മാർച്ച് 13 കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ എവുഫ്രാസിയ. 7 വയസ്സ് മുതൽ 30 വയസ്സുവരെ കഠിനമായ തപശ്ചര്യകൾ ചെയ്ത് ജീവിച്ച സന്യാസിനിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിലെ വിശുദ്ധ എവുഫ്രാസിയ. ക്രിസ്തുവർഷം 380 കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിലെ കോൺസ്റ്റാന്റിനോപ്പിളിലാണ് എവുഫ്രാസിയ ജനിച്ചത്. തിയോഡോഷ്യസ് ചക്രവർത്തിയുടെ അടുത്ത ബന്ധുക്കളും കൊട്ടാരത്തിലെ പ്രധാനികളുമായിരുന്നു അവളുടെ മാതാപിതാക്കൾ. വിശുദ്ധയ്ക്ക് 1 വയസ്സായപ്പോൾ അവളുടെ പിതാവ് ആൻറ്റിഗോണസ് മരിച്ചു. എവുഫ്രാസിയയുടെ പേര് തന്നെയായിരുന്നു അവളുടെ അമ്മയുടേതും. പിതാവിൻ്റെ മരണശേഷം അവളുടെ അമ്മ അവളുമായി ഈജിപ്തിലേക്ക് പോയി. അവിടെ അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു വലിയ തോട്ടത്തിൽ താമസം ആരംഭിച്ചു. പുനർവിവാഹം ഒഴിവാക്കുന്നതിനും വിശുദ്ധവും ഏകാന്തവുമായ ഒരു ജീവിതം നയിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. അവർ താമസിച്ചിരുന്ന വീടിന് സമീപം 130 സന്യാസിനികൾ താമസിച്ചിരുന്ന ഒരു ആശ്രമം ഉണ്ടായിരുന്നു. എവുഫ്രാസിയായും അമ്മയും ആശ്രമത്തിലെ നിത്യസന്ദർശകരായി അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. അവിടെയുള്ള സന്യാസിനികൾ കഠിനമായി ഉപവാസമനുഷ്ഠിക്കുകയും ചണനാരികൾ കൊണ്ട് സ്വയം തുന്നിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിക്കുകയും യാതൊരു മുടക്കവും കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ ദൈവീക കന്യകമാരുടെ മാതൃക വിശുദ്ധയുടെ ഭക്തയായ അമ്മയെ വളരെയേറെ സ്വാധീനിക്കുകയും അത് അവരുടെ ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. എവുഫ്രാസിയയ്ക്ക് 7 വയസ്സായപ്പോൾ അവൾ തൻ്റെ അമ്മയോട് ആ ആശ്രമത്തിൽ ചേർന്ന് ദൈവത്തെ സേവിക്കുവാനുള്ള അനുവാദം ചോദിച്ചു. വളരെ സന്തോഷത്തോടെ എവുഫ്രാസിയയുടെ അമ്മ അവളെ ആശ്രമാധിപതിയുടെ പക്കൽ ഏൽപ്പിച്ചു. ആശ്രമാധിപ അവൾക്ക് യേശുവിൻ്റെ ഒരു രൂപം കൊടുത്തപ്പോൾ അതിൽ ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ യേശുവിനായി സമർപ്പണം ചെയ്തിരിക്കുന്നതായി പ്രതിജ്ഞ ചെയ്യുന്നു. ആശ്രമ ജീവിതത്തിൻ്റെ കാഠിന്യത്താൽ എവുഫ്രാസിയ തൻ്റെ തീരുമാനം മാറ്റും എന്നാണ് അവിടെയുള്ള സന്യാസിനികൾ കരുതിയത്. എന്നാൽ അവളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിനായിരുന്നു അവളുടെ ആനന്ദം. അവൾക്ക് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു. വിവരങ്ങൾ അറിഞ്ഞ തിയോഡോഷ്യസ് ചക്രവർത്തി എവുഫ്രാസിയയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാനും പ്രഭുകുമാരനെ കൊണ്ട് അവളുടെ വിവാഹം നടത്തുവാനുമായി അവളുടെ അടുക്കിലേക്ക് ആളയച്ചു. എന്നാൽ അവൾ തൻ്റെ സ്വന്തം കൈപ്പടയിൽ ചക്രവർത്തിക്ക് കത്തെഴുതി അവളുടെ ജീവിതം യേശുവിന് സമർപ്പിച്ചു കഴിഞ്ഞുവെന്നും അവളുടെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് നൽകണമെന്നും എല്ലാ ജോലിക്കാരെയും അടിമകളെയും സ്വതന്ത്രരാക്കണമെന്നും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കത്തിലൂടെ അവൾ ചക്രവർത്തിയോട് അപേക്ഷിച്ചു. എളിമയുടെയും ശാന്തതയുടെയും കാരുണ്യത്തിൻ്റെയും മാതൃകയായിരുന്നു എവുഫ്രാസിയ. എന്തെങ്കിലും പ്രലോഭനമുണ്ടായാൽ അവൾ ഉടൻ തൻ്റെ ആശ്രമാധിപതിയോട് ഏറ്റുപറയുകയും സാത്താനെ ഓടിക്കുവാനുള്ള പരിഹാരം തേടുകയും ചെയ്യുമായിരുന്നു. വലിയ പാറകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചുമക്കുക, 30 ദിവസത്തോളം കഠിനമായ ലാളിത്യത്തിൽ ജീവിക്കുക തുടങ്ങിയവ വിശുദ്ധയുടെ അനുതാപ പ്രവർത്തനങ്ങളിൽ ചിലതാണ്. പ്രലോഭനത്തിൻ്റെ സ്വാധീനം പൂർണ്ണമായും നീങ്ങും വരെ വിശുദ്ധ തൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ തുടരുമായിരുന്നു. എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിന് ശേഷം 1 പ്രാവശ്യം മാത്രമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. കഠിനവും വിരസവുമായ ജോലികൾ അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. വേദനാജനകമായ ജോലികൾ തൻ്റെ അനുതാപത്തിൻ്റെ ഭാഗമാക്കി. മറ്റ് കന്യാസ്ത്രീകളുടെ മുറികൾ എവുഫ്രാസിയ വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു. ഒരിക്കൽ അടുക്കളയിലെ ഒരു ജോലിക്കാരി അവളെ കപടനാട്ടിക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ഇത് കേട്ട ഉടൻ വിശുദ്ധ അവളുടെ പാദങ്ങളിൽ വീണ് തന്നോട് ക്ഷമിക്കണമെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചു. ക്രിസ്തുവർഷം 410 തൻ്റെ 30ാമത്തെ വയസ്സിൽ വിശുദ്ധ എവുഫ്രാസിയ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. മരണത്തിന് മുൻപും അതിനുശേഷവും നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ വിശുദ്ധയിലൂടെ സംഭവിച്ചിട്ടുണ്ട്.